നമസ്കാരം. ഈ പരിണിത പ്രജ്ഞൻ എന്നൊക്കെ ചില പ്രയോഗങ്ങൾ സാധാരണ പ്രയോഗിക്കാറുണ്ട്. നമ്മുടെ സ്പീക്കർ ഷംസീർ ഗവർണറെ കുറിച്ച് അത്തരത്തിലൊരു പദപ്രയോഗം നടത്തി. ഗവർണർ പരിണിത പ്രജ്ഞനാണ്, അദ്ദേഹം ഇത്തരത്തിൽ പ്രകോപനപരമായി പ്രവർത്തിക്കാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, ഇത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ല, പരിണിത പ്രജ്ഞനായ ഈ ഗവർണർ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, നമ്മുടെ കേരളത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, ഇത് വളരെ ദുഃഖകരമാണ്, ഇത് ഇങ്ങനെ നടക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഷംസീർ അഭിപ്രായം പറയുകയുണ്ടായി. അപ്പോൾ നമ്മുടെ ശിവൻകുട്ടി മന്ത്രിക്ക് അതങ്ങ് ഇഷ്ടപ്പെട്ടില്ല. ശിവൻകുട്ടി മന്ത്രിക്ക് ഗവർണറെ പരിണിത പ്രജ്ഞൻ എന്ന പ്രയോഗത്തിലൂടെ വിശേഷിപ്പിച്ചത് നമ്മുടെ ശിവൻകുട്ടി മന്ത്രിക്ക് ഇഷ്ടപ്പെട്ടില്ല. ശിവൻകുട്ടി മന്ത്രി പറയുന്ന അത്തരത്തിലുള്ള ഒരു മാന്യമായ ഒരു പ്രയോഗം, വിശേഷണമൊന്നും ഈ ഗവർണർക്കെതിരെ വേണ്ട. ഇയാൾ വെറും വൃത്തികെട്ടവനാണ്, മോശക്കാരനാണ്, വേണമെങ്കിൽ അയാളെ ആർഷവം പറയുന്നത് പോലെ, ആർഷവമാണ് മിടുക്കൻ, ആർഷവം പറയുന്നത് പോലെ അതേ വാക്കുകളൊക്കെ ഉപയോഗിച്ച് ആണ് പ്രയോഗിക്കേണ്ടത് എന്നൊക്കെയാണ് നമ്മുടെ ഈ ശിവൻകുട്ടി പറയുന്നത്. കാരണം അത്രയ്ക്ക് തരംതാണ ആളാണ് ഗവർണർ എന്നാണ് ശിവൻകുട്ടിയുടെ അഭിപ്രായം. അപ്പോഴാണ് ഞാൻ അറിയാതെ പാവം നമ്മുടെ ഈ ശിവൻകുട്ടിയെക്കുറിച്ച് തന്നെ ചിന്തിച്ചു പോയത്. ഞാൻ മാത്രമല്ല, ശിവൻകുട്ടിയുടെ ഈ പ്രസംഗം, ഈ പ്രസ്താവന ഷംസീറിനെ എതിർത്തുകൊണ്ടും ഷംസീറിനെ തിരുത്തിക്കൊണ്ടുമുള്ള ശിവൻകുട്ടിയുടെ ഈ പ്രസ്താവന കേൾക്കുമ്പോൾ വളരെ മാന്യമായി സംസാരിക്കാൻ അറിഞ്ഞുകൂടാത്ത ഒരു വ്യക്തിയാണ് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണറെന്നും യാതൊരു മര്യാദയും ഇല്ലാത്ത ആളാണ് ആരിഫ് മുഹമ്മദ് ഗവർണറെന്നും ഒക്കെ ശിവൻകുട്ടി പറയുമ്പോൾ ഞാൻ മാത്രമല്ല, എനിക്ക് തോന്നുന്നു കേരളത്തിലെ അല്പസ്വല്പമൊക്കെ കാര്യങ്ങൾ അറിയാവുന്ന ജനങ്ങളും ഇത് കേട്ടപ്പോൾ ഉള്ളുകൊണ്ട് ചിരിച്ചു കാണും. കാരണം ഈ പറയുന്നത് ആര് എന്നാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് വി ശിവൻകുട്ടി എന്ന നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിന് അത്തരത്തിലൊരു മന്ത്രി വന്നു എന്നത് നമുക്ക് എന്ത് ചെയ്യാം, അത് പൊളിറ്റിക്സിൻ്റെ, രാഷ്ട്രീയത്തിൻ്റെ ഒരു ഗതികേടാണ് എന്ന് വേണമെങ്കിൽ പറയാം. പോട്ടെ, കാരണം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രീയ പാർട്ടികളാണല്ലോ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ആര് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാവണം, ആര് ധനകാര്യ വകുപ്പ് മന്ത്രിയാകണം എന്നതിനെക്കുറിച്ച്. അതിനുള്ള കഴിവോ അതിനുള്ള ശേഷിയോ ഒന്നും വേണമെന്നില്ല. ജയിച്ച് വന്ന് ഉള്ള ഒരു രാഷ്ട്രീയ നേതാവായാൽ മതി, അയാളെ അതിൻ്റെ ആ സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുവരും. ധനകാര്യമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആളിനെ ധനകാര്യമന്ത്രിയാക്കും. വിദ്യാഭ്യാസവുമായിട്ടോ നേരെ ചെയ്യുക നല്ല വർത്തമാനം പറയാൻ അറിയാത്ത ഒരാളിനെ വിദ്യാഭ്യാസ മന്ത്രിയാക്കും. എന്തായാലും ഈ ഷംസീറിനെ ഇങ്ങനെ പറഞ്ഞപ്പോൾ, നമുക്ക് ശിവൻകുട്ടിയെക്കുറിച്ച് ഒന്ന് ഓർമ്മിച്ചപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് അണ്ടർവെയറും കാണിച്ചുകൊണ്ട് മടത്ത് കെട്ടി ഉയർത്തിക്കെട്ടിക്കൊണ്ട് നിയമസഭയുടെ ഡെസ്കിൽ ഇങ്ങനെ താണ്ഡവ നൃത്തമാടുന്ന നമ്മുടെ ശിവൻകുട്ടി എന്ന് പറയുന്ന മന്ത്രിയെയാണ്. അപ്പോൾ അത്രമാത്രം വളരെ മര്യാദയോടുകൂടി നിയമസഭയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഗവർണറെ മര്യാദകെട്ടവൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ടുപേരുടെയും മര്യാദ പ്രവൃത്തി, കാരണം അദ്ദേഹം കോഴിക്കോട്ട് ഇറങ്ങിയത് മര്യാദകെട്ട പ്രവൃത്തി എന്നൊക്കെയാണ് ഈ ശിവൻകുട്ടി വച്ചടിച്ച് വിട്ടത്, അഭിപ്രായം പറഞ്ഞു വിട്ടത്. അപ്പോൾ ഈ കോഴിക്കോട്ട് ജനങ്ങളുടെ ഇറങ്ങി വരികയും ജനങ്ങളുമായിട്ട് സംവദിക്കുകയും ചെയ്തത് മോശപ്പെട്ട കാര്യം. നിയമസഭയുടെ മുകളിൽ നിന്നുകൊണ്ട് ഈ അണ്ടർവെയർ പുറത്ത് കാണിച്ചുകൊണ്ട് അട്ടഹാസം കാണിക്കുകയും അവിടെ അവസാനം ആവേശം കാണിച്ച് തളർന്നു വീഴുകയും, ഒന്നുമില്ലാതെ ഒരു ചീരത്തണ്ട് പോലെ തളർന്നു വീഴുകയും ചെയ്ത് നമ്മൾ കണ്ടുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് മനസ്സിലായി ആരാണ് ഈ വൃത്തികെട്ട പ്രവർത്തനങ്ങൾ ചെയ്യുന്നതെന്നുള്ളത്. മാത്രമല്ല, ഈ അദ്ദേഹത്തിന്, ഈ മുഖ്യമന്ത്രി, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് വിദ്യാഭ്യാസം എന്ന ഒരൊറ്റ വാക്ക് പോലും ഒന്ന് മുറിച്ച് 2-3 പ്രാവശ്യം വിൽക്കാതെ വിദ്യാഭ്യാസം എന്ന് പറയുക അല്ലാതെ ഒരു വിദ്യാഭ്യാസം എന്ന് പറയുന്ന ആ വാക്ക് പോലും നേരെ ചെവിയെ പറയാൻ കഴിയാത്തത് നമ്മൾ കാണുന്നുണ്ട്. സത്യത്തിൽ ഒരു മന്ത്രിയെക്കുറിച്ച്, നമ്മുടെ നാട്ടിലെ ഒരു രാഷ്ട്രീയ നേതാവിനെ കുറിച്ച് അതൊന്നും പറയുന്നത് ശരിയല്ല, കാരണം അധിക്ഷേപിക്കുന്നത് ശരിയല്ല. മാത്രമല്ല, ഇദ്ദേഹത്തിനെ കുറിച്ച് ഒരു കാര്യം കൂടെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് നമ്മുടെ ഒരു കോളനിയിൽ, ആ കോളനിയുടെ പേര് നമുക്കെല്ലാം അറിയാം, ഇപ്പം രാജാജി കോളനി എന്നാണ് ഇപ്പോൾ അതിൻ്റെ പേര്, പണ്ട് മറ്റൊരു പേരായിരുന്നു. അവിടെ ഒരു പ്രസംഗം, വോട്ട് പിടിക്കാൻ പ്രസംഗിക്കാൻ വന്നു ചില കാര്യങ്ങൾക്ക് ഇദ്ദേഹം, ഈ ശിവൻകുട്ടി. അപ്പോൾ അവിടുത്തെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധിച്ചപ്പോൾ പ്രസംഗം തടസ്സപ്പെടേണ്ടി വന്നു. പ്രസംഗം തടസ്സപ്പെട്ടപ്പോൾ ഇദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട്, ഞാൻ ആരെന്നറിയാമോ, ഞാൻ എവിടെ നിന്ന് വരുന്നെന്നറിയാമോ, ഞാൻ CPM നിന്ന് വരുന്നവരാണ്,
ഞാൻ CPM നിന്ന് വരുന്നവനാണെന്ന് പലതവണ അദ്ദേഹം ആവർത്തിച്ചു. അപ്പോൾ നമുക്ക് മനസ്സിലായി CPM എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടിയാണോ അതോ ഒരു ഗൂണ്ടാ പാർട്ടിയാണോ? കാരണം ഈ മാഫിയ സംഘങ്ങൾ, ഗൂണ്ടാ സംഘങ്ങൾ പറയുന്നത് ഞാൻ ആരെന്നറിയാമോ, ഞാൻ എന്നെ ഗൂണ്ടയുടെ ഭാഗത്ത് നിന്നും, ഗുണ്ടയുടെ ചെറുഗൂണ്ടയാണ്, എന്നെ വിരട്ടാൻ വരണ്ട, ഞാൻ ഇന്നവനാണ് എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെയാണ് ഈ ശിവൻകുട്ടി പറഞ്ഞത്, ഞാൻ CPM എന്ന് വരുന്നവനാണ്, ഞാൻ CPM എന്ന് വരുന്നവനാണ്, ഓർമ്മ വേണം എന്നൊക്കെ പറഞ്ഞത്. അപ്പോഴും നമുക്ക് അന്നേ മനസ്സിലായി നമുക്ക് ഈ ശിവൻകുട്ടിയുടെ സ്റ്റാൻഡേർഡ് എന്തെന്ന്. അദ്ദേഹമാണ് ഇപ്പോൾ ഷംഷീർ ഒരു വാക്ക് പറഞ്ഞപ്പോൾ, അതായത് പരിണിത പ്രജ്ഞൻ എന്ന് ഗവർണറെ വിശേഷിച്ചപ്പോൾ അതിനെ കളിയാക്കിക്കൊണ്ടും അതിനെ എതിർത്തുകൊണ്ടും സംസാരിക്കുന്നത്.